നിങ്ങൾ കാമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും ചിലപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്നും ഇമോഷണൽ ഔട്ട്ബേർസ്റ്റുകൾ ഉണ്ടാവാം, പൊട്ടിത്തെറികൾ ഉണ്ടാവാം. അതൊരിക്കലും അവരുടെ അഹങ്കാരം കൊണ്ടും അവരുടെ കുരുത്തക്കേട് കൊണ്ടും ഒന്നും ആയിരിക്കില്ല. അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് പൊട്ടിത്തെറിക്കുന്നതാവാം. കാരണം നിങ്ങൾ കാമാണ്, കോൺഫിഡൻ്റാണ്, നല്ലൊരു പേരൻ്റാണ്. പക്ഷേ ഈ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടാവാം, കോളേജിൽ പോകുന്നുണ്ടാവാം, മറ്റു സ്ഥലങ്ങളിൽ പോകുന്നുണ്ടാവാം, സോഷ്യൽ റിലേഷൻഷിപ്പിലേക്ക് ആ കുട്ടി പോകുന്നുണ്ടാവാം. ഇവിടെ നിന്ന് കിട്ടുന്ന പ്രശ്നങ്ങൾ കാരണം ഈ കുട്ടിക്ക് സ്ട്രെസ് ഉണ്ടാവാം. അപ്പോഴാണ് കുട്ടി ഔട്ട്ബേസ്റ്റ് ആവുന്നത്. അത് നിങ്ങളോടുള്ള ഡിസ്റെസ്പെക്റ്റ് അല്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാമായിട്ട് കുട്ടികളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ടിറങ്ങേണ്ടത്. പേരൻസ് കാം ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുട്ടിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്നല്ല. തീർച്ചയായിട്ടും കാം ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ പറ്റും. പക്ഷേ കുട്ടിയെ ഇടയ്ക്ക് കാണിക്കുന്ന ഈ ഇമോഷണൽ ഔട്ട്ബേർസ്റ്റോ മറ്റ് പ്രശ്നങ്ങളോ കുട്ടിയുടെ സോഷ്യൽ ഇൻട്രാക്ഷനും കുട്ടികളുടെ മറ്റ് കാര്യങ്ങളുമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അവിടെ നിങ്ങൾ വീണ്ടും കാമായിട്ട് എമ്പതിക്കായിട്ട് കുട്ടിക്ക് വേണ്ട, കുട്ടിയെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്ത് കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക.